വർക്കിലെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് ഞാനും ബ്രൈഡും കൂടി സെറ്റ് ആക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് തന്നെ അത് വരയ്ക്കാനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ചാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കാണുന്നത് എൻ്റെയും ബ്രൈഡിൻ്റെ ഡിസ്കഷൻസ് ആണ് കേട്ടോ. ഗ്രൂം ഡൽഹി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് മെയിൻ എലമെന്റ്സ് നമ്മുടെ ഈ ഒരു ഹെന്നയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ താജ്മഹൽ അതുപോലെ കുത്തബ് മിനാർ, ഇന്ത്യ ഗേറ്റ് ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്ങും വരപ്പും മാത്രം പോരല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ. സോ May 2 ആയിരുന്നു നമ്മുടെ ഇംപ്ലിമെന്റിംഗ് ഡേ എന്ന് പറയുന്നത്. എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എത്തിയപ്പോൾ തന്നെ നമ്മൾ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൽബോയ്ക്കും കുറച്ചുകൂടെ മുകളിലോട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു ഷോൾഡറിന്റെ കുറച്ച് താഴോട്ട് വെച്ചിട്ട് ഹെന്ന ഇടുന്നത്. സോ അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും എനിക്കും എന്റെ ബ്രൈഡിനും ഉണ്ടായിരുന്നു. സോ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ചേച്ചി വിചാരിച്ച പോലെ തന്നെ എല്ലാം ഞാൻ ആ കയ്യിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെഡിങ് ഡേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ GP എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു താജ്മഹലും ഇന്ത്യ ഗേറ്റും കുത്തബ് മിനാറും ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. പിന്നെ ബാക്ക് സീറ്റിലും ചേച്ചിക്ക് വലിയ റെഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നോട് ഇഷ്ടമുള്ളത് തന്നെയായിരുന്നു കേട്ടോ ഇടാൻ പറഞ്ഞത്. ഒടുവിൽ നീണ്ട 9 മണിക്കൂർ പരിശ്രമത്തിനൊടുവിലുള്ള ഫൈനൽ റിസൾട്ട് ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ബ്രൈഡിന്റെ റിവ്യൂ വീഡിയോ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു. ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഗ്രൂമിന്റെ ഡൽഹി കേരള ഒരു ടീമൊക്കെ വെച്ചിട്ടാണ് ഹെൽപ്പ് ചെയ്ത് ആള് വരച്ച് എനിക്ക് ഇത് ഇത്രയും ഡിസൈൻ ചെയ്ത്. അതും ഒത്തിരി നേരം രാത്രിയായിട്ട് ഒരു പുള്ളിക്കാരി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ആണ് പോയത്. അത്രയും നേരം ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഞാൻ എല്ലാവർക്കും